ഹായ് എവരി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഹത്ത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ് കാണുന്നത്. പിള്ളേരൊക്കെ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. ഹേബിലൂട്ടിന് ഇതാണ്ട് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ഏതാണ്ട് ബേബി ചെയറിലിരിക്കുന്നു. ഏടൻകുട്ടനും ഹെലമോളും സെറ്റാണ്. ഞാൻ വണ്ടി ഓടിക്കാമെന്ന് വിചാരിച്ചു കുറേ നേരം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞൊക്കെ ഉണ്ടായതിന് ശേഷം ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് വളരെയധികം കുറച്ചിരുന്നു. കുട്ടീനെ നോക്കേണ്ട ഒരു ബുദ്ധിമുട്ടും കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ പ്രമാണിച്ച് ഞാൻ എന്താ പറയുന്നത് നമ്മുടെ വണ്ടി ഓടിക്കുന്നത് നിർത്തിയായിരുന്നു. അപ്പം ഞങ്ങൾ അന്നൊരു 1 hour മിച്ചം ഡ്രൈവ് ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന്. അപ്പം രസമായിരുന്നു കേട്ടോ. ഞാൻ ഇച്ചിനോടൊക്കെ വർത്താനം പറഞ്ഞ് എന്താ പറയുക എന്തൊക്കെയോ സംസാരിച്ച് ഞാൻ വണ്ടി ഓടിക്കുന്നതാണ് കാണുന്നത്. ഭയങ്കര എൻജോയ് ചെയ്ത് വണ്ടി ഓടിക്കുന്നതാണ്. ഈ വഴിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഷാർജയ്ക്കൊക്കെ പോകുന്ന വഴി ഇതുപോലെ കുറേ പൂക്കളും 2 സൈഡിലും മലനിരകളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ വഴി ഇങ്ങനെ കാണുന്നത്. അപ്പം വഴിപണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് നമ്മൾ മെർജ് ചെയ്യണമായിരുന്നു. അങ്ങനെ കുറേ നേരം ഡ്രൈവ് ചെയ്തതിന് ശേഷം ഞാൻ ഇച്ചുവിന് വണ്ടി ഹാൻഡ് ഓവർ ചെയ്തു. കാരണം ഹേബിലൂട്ടിനപ്പോഴത്തേക്കും അലമ്പി തുടങ്ങിയിരുന്നു. അവന് കരയാനൊക്കെ തുടങ്ങിയായിരുന്നു. പിന്നെ അവന് കുറച്ച് അവനൊന്ന് കെയർ ചെയ്തിട്ട് ഞാൻ ഇച്ചുവിന് വണ്ടി ഹാൻഡ് ഓവർ ചെയ്തു. താഴെ നോക്കി റൈറ്റ് സൈഡിലൊക്കെ ഒരുപാട് പച്ചപ്പ് കാണുന്നുണ്ടോ. ഞാൻ എന്തുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഇതിനകത്തിരുന്ന് നല്ലതുപോലെ വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അറിയാണ്ട് നമ്മുടെ റേഡിയോ ഓണായിരുന്നു. അപ്പോൾ അതിനകത്ത് മ്യൂസിക് വരുന്നുണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാകാതിരിക്കേണ്ടിയിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, അടിപൊളിയാണ് കേട്ടോ. ഡെസേർട്ട് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലൊക്കെ ഡെസേർട്ടാണ്. നടുക്കൂടാണ് ഈ റോഡ് പോകുന്നത്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകുമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കുറേ വ്യൂവേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഒരു ആർട്ടിഫിഷ്യൽ മൂക്കൂത്തി എടുത്ത് മൂക്കിൽ അണിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് കുറേ ആൾക്കാർ ഞാൻ ലൈവൊക്കെ പോകുന്ന സമയത്ത് ചേച്ചിയുടെ മൂക്കുകുത്തിയാൽ ചേച്ചീനെ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മൂക്കുകുത്താൻ എൻ്റെ ഹസ്ബൻഡ് എന്നെ സമ്മതിക്കാത്തത് കൊണ്ടും ഞാനൊരു ആർട്ടിഫിഷ്യൽ മൂക്കുകുത്തി എടുത്തിട്ടു. അപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ കുറേ ആടുകളിങ്ങനെ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ടോ. അപ്പോൾ കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി അവിടെ നിർത്തി. ഇതാ നമ്മുടെ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നൊരാട് എൻ്റെ ഫോൺ തിന്നേനെ കേട്ടോ. എനിക്ക് പേടിയായിരുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് ഗ്ലാസ്സൊക്കെ കയറ്റി. പിന്നെ ഇച്ചു പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ ഹത്ത എന്ന് എഴുതിയേക്കുന്നത് കാണാൻ പറ്റും. ഞങ്ങൾ ഹത്തയിലേക്കാണ് പോകുന്നത്. ആക്ച്വലി ഞാനത് സൂം ചെയ്തെടുക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. നോക്കിക്ക് എന്ത് രസമാണ് നമ്മുടെ റൗണ്ട് അബൌട്ടുകളൊക്കെ. എന്ത് രസമായിട്ടാണ് പൂക്കൾ കൊണ്ട് അവർ ചെയ്തിരിക്കുന്നതെന്നറിയോ. ഭയങ്കര ഇഷ്ടമായിട്ടോ. എല്ലാവർക്കും എന്താ പറയുന്നത്, പോകുന്ന എല്ലാവർക്കും ഇത് കാണുമ്പോൾ ഭയങ്കര മനസ്സിനൊരു സന്തോഷം തോന്നും. അത്ര രസമാണ്. അങ്ങനെ ഞങ്ങൾ ഹത്തയിലെത്തി. പക്ഷേ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിരുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയ ഹോട്ടലിൽ കയറി. അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുന്നതാണ് കാണുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം ഒരു കടയിൽ ചെന്നപ്പോൾ അവിടെ ജ്യൂസും സ്നാക്സും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു അത് പറ്റില്ല, കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് വിശക്കും. കാരണം നമ്മൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാനുള്ളതാണ്. കുറേ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ എത്തിയത്. അങ്ങനെ ഗീ റൈസും പിന്നെ ഇത് ചിക്കൻ ബിരിയാണിയാണ്. അതിൻ്റെ കൂടുതലുള്ള തൈര് കാര്യങ്ങളൊക്കെ എത്തി. ഇച്ചുവിന് മീറ്റ് ഐറ്റംസ് ഒന്നും കഴിക്കത്തില്ലാത്തതുകൊണ്ട് ഇച്ചു ഗീ റൈസും ദാലുമാണ് പറഞ്ഞത്. അവിടെ ഫിഷൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഫ്രൈഡേ ആയിരുന്നത് കൊണ്ട് തന്നെ. അങ്ങനെ ചെന്നപ്പോൾ തന്നെ ഹെലമോൾ ഏതായാലും ബേബി സീറ്റിൽ സെറ്റായതുകൊണ്ട് അത്ര ആശ്വാസം ഉണ്ടായിരുന്നു. ഹേബിലുകുട്ടൻ ഇച്ചുവിൻ്റെ മടിയിൽ സെറ്റായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇച്ചു ഹേബലിനെ കൈ പിടിച്ചു. ഹെലമോൾ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചോറും പപ്പടവും കാര്യങ്ങളൊക്കെ എടുത്തു. ഹേഡാപ്പയും കുറച്ച് റൈസ് കഴിച്ചു, കാരണം അതിനകത്ത് മുളക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഹേബിലുകുട്ടനെല്ലാം കൂടെ വലിച്ചിടാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത്. വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ വേഗം ഹേബിലുകുട്ടനെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങളൊരു ലൈം സോഡ പറഞ്ഞു. അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട ഒരു ലൈം സോഡയാണ് നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ഹാപ്പിയായി. ഇതാ ഞങ്ങളിപ്പോൾ എത്തുന്ന സ്ഥലമാണ് ഹത്തയിലുള്ള ഹണിബികൾ ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയത്. വെൽക്കം ടു ഹത്ത ഹണിബി ഗാർഡൻ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത്. എന്നാൽ നമുക്ക് ഈ സൈഡ് വഴിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹണിബീനെ താമസിക്കാനുള്ള ചെറിയ ചെറിയ കൂടുകൾ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്തൊക്കെ നിറച്ച് ഹണിബീസാണ്. അപ്പം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നതാണ് കാണുന്നത്. അപ്പം ഞാൻ എൻട്രൻസിൽ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ചു. കാരണം ഇതിനകത്തൊക്കെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ സംസാരിക്കുന്നുണ്ടാണ് കേട്ടോ. ഭയങ്കര സൂപ്പർ വൈബാണ് കേട്ടോ. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും ഒരുപാട് യൂറോപ്യൻസും ആൾക്കാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് കണ്ടോ, ഇതാണ് ഹത്ത ഹണിബി ഗാർഡൻ ആൻഡ് ഡിസ്കവറി സെൻറ്റർ.
ഇത് പിള്ളേർ യൂട്യൂബിൽ ഏതോ യൂറോപ്യൻ കുട്ടികളൊക്കെ പോകുന്ന കണ്ടിട്ട് ഹെയ്ഡൻ റിക്വസ്റ്റ് ചെയ്ത് അപ്പായോട് ഒന്ന് കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മക്കളെ ഇവിടേക്ക് കൊണ്ടുപോയത്. കാരണം ഇവർക്ക് പഠിക്കാനുണ്ട്. നമുക്ക് കാണാം ആ സൈഡിൽ ആൾക്കാർ എന്താ പറയുക സേഫ്റ്റി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇതാണ് കേട്ടോ സേഫ്റ്റി ഡ്രസ്സ്. ഈ ഹണിബീനെ ടച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ടച്ചൊക്കെ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഹണിബീയുടെ വാക്സും അതൊക്കെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പല പല പ്രോഡക്റ്റ്സാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നടന്നു പോകുന്ന കാണുന്നത്. ഹേബിൾകൂട്ടൻ കൈ സെറ്റാണ്. പക്ഷേ ഹേബിൾകൂട്ടന് അതിൽ ബീസിനൊന്നും കാണാൻ വേണ്ടി പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഹെലമോക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഓടണമെന്ന് പറഞ്ഞ് അങ്ങനെ അവൾ മേളിലേക്ക് ഓടുകയാണ്. പക്ഷേ തിരിച്ചോടി വന്ന് എടുത്തടിച്ചൊരു വീഴ്ച വീണു. പക്ഷെ ഒന്നും പറ്റിയില്ല. ഏതായാലും ദൈവാനുഗ്രഹത്തിലൊന്നും സംഭവിച്ചില്ല, ഒന്നും പറ്റില്ല. വേഗം തന്നെ ഞങ്ങൾ അവളെ എടുത്തുകൊണ്ട് അകത്തേക്ക് അങ്ങ് പോയി. പിന്നെ ഹാപ്പിയായി. അങ്ങനെ നമ്മളിവിടെ ചെന്ന് കഴിയുമ്പം ഒരാൾക്ക് ഈ ഹണിബീനെ തൊടാൻ പറ്റുന്നതിനും ആ ഡ്രസ്സൊക്കെ ഇട്ട് ഹണിബീയുടെ അടുത്തേക്ക് പോകാൻ പറ്റുന്നതിന് 50 ദിറംസാണ് ഫീസ്. ഒരു പെർ ഹെഡ് 50 ദിറംസാണ് നമ്മളവിടെ പേ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഹെയ്ഡൻകുട്ടിനെ ഹെലൻകുഞ്ഞിനെ മാത്രമേ വിട്ടുള്ളൂ. അവർ രണ്ടുപേരും മാത്രമേ പോയുള്ളൂ. ഞാനും ഇച്ചുവും കുഞ്ഞുവാവയും ഞങ്ങൾ പുറത്ത് മീൻസ് ഇതിനകത്ത് തന്നെ നമ്മൾക്ക് അവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങളിതാ ഹത്ത ഹണി ബീ സെൻ്ററിനകത്തേക്ക് കയറി. അവിടെ ചെന്നപ്പോൾ തന്നെ പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പം പല ഫ്ലേവറിലുള്ള ഹണികൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് അവർ തരുന്നതാണ് കാണുന്നത്. ഭയങ്കര രസമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും കഴിച്ചു. ഹെലമൊക്കെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാവരും കഴിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ഇച്ചുവിനും എനിക്കും ഹെലമോക്കും ഹെയ്ഡാപ്പിക്കും ഒക്കെ ഇവർ തേൻ തന്നു. 6 months എബോവ് ഉള്ള കുട്ടികൾക്ക് മാത്രമേ തേൻ കൊടുക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഹേബിൾകൂട്ടൻ ഇച്ചിരി തേൻ കൊടുത്തപ്പോൾ അവിടെ നിൽക്കുന്ന ഗൈഡ് എൻ്റെ അടുത്ത് ചോദിച്ചു, മോൻ എത്രയായി മാസം? അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി 6 months കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, അതർവൈസ് കുഞ്ഞിന് എന്തെങ്കിലും വയറുവേനോ എന്തെങ്കിലുമൊക്കെ എടുത്തെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ടെൻഷനായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ കഴിക്കുന്ന ഹേബിൾകൂട്ടൻ ഇങ്ങനെ വളരെ കൗതുകത്തോടെ നോക്കുന്നുണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അപ്പോൾ അവനും ഇത്തിരി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പല തരത്തിലുള്ള തേനുകളാണ് കേട്ടോ, പല തരത്തിലുള്ള തേനുകളും അതിൻ്റെ ആ തേൻ കൂട്ടുകളും ഒക്കെയാണ് നമുക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നവർ. പക്ഷെ നല്ല അടിപൊളിയാണ്. ഇത്തിരി കോസ്റ്റ്ലിയാണ്, പക്ഷേ കഴിക്കാൻ ഒത്തിരി നല്ലതാണ്. പ്യുവർ തേനാണ്. അവരവിടെ തന്നെ എടുക്കുന്ന തേനുകളാണ് ഈ കാണുന്നത്. പിന്നെ അവിടെ നമുക്ക് എന്താ പറയുന്നത് ഇവർ തന്നെ ഉണ്ടാക്കുന്ന ക്യാൻഡിലും ഒക്കെ നമുക്ക് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഇവരുടെ തന്നെ പ്രോഡക്റ്റ്സ് ആണ് ഇതൊക്കെ. അങ്ങനെ എല്ലാവരും കഴിക്കുന്നത്. ഹെലമോക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഹേബിൾകൂട്ടിന് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ചു. ഈ ഒരു ടൈമിലാണ് അവരെൻ്റെ അടുത്ത് പറയുന്നത് കുഞ്ഞിന് ഹണി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെ ഹെലമോക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവൾ 2-3 പ്രാവശ്യം പല പല ഫ്ലേവറുകൾ കഴിച്ചിട്ട് ഇനി എന്ത് എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ അവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പല തരത്തിലുള്ള തേനുകൾ. ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയുടെ കുറച്ചുകൂടെ പോകുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഹെയ്ഡാപ്പിയെ ഹെലമോളെയും ബീസിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളോട് അവരുടെ ഗൈഡ് പറഞ്ഞു നമുക്ക് അവിടെ അകത്ത് വെയിറ്റ് ചെയ്യാം, പുള്ളിക്കാരി പോയി വരാമെന്ന് പറഞ്ഞു, ഹെയ്ഡൻ്റെയും ഹെലൻ്റെയും കൂടെ. അങ്ങനെ ഹെയ്ഡാപ്പിയെ ആ ഒരു സേഫ്റ്റി ഗൗൺ ഇടിയിക്കുന്നതാണ് കാണുന്നത്. ഹെലമോളപ്പോഴത്തേക്കും സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു സംഭവമാണ്. നമുക്ക് തേനീച്ചകൾ വന്നിട്ട് നമ്മളെ ഉപദ്രവിക്കില്ല. ഈ കയ്യിൽ ഗ്ലൗസും കാലിൽ ഷൂസും ഒക്കെ ഇട്ടാണ് നമ്മൾ പോകുന്നത്. ഹെലമോൾ അവിടെ ഓൾറെഡി റെഡി ആകാൻ തുടങ്ങി. ഞാൻ ഇത് ഹെയ്ഡനെ ഡ്രസ്സ് ഇടിക്കുന്ന സമയത്ത് ഈ ഒരു സിസ്റ്റർ എനിക്ക് വീഡിയോ എടുത്ത് തന്നാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഫോൺ തിരിഞ്ഞു പോയി, സോറി കേട്ടോ. അത് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ഹെലമോളെ ഡ്രസ്സ് ഇടിക്കുകയാണ്. അവൾ സൂപ്പർ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഹെയ്ഡാപ്പി ഇങ്ങനെ പറയാണ്, അമ്മ എൻ്റെ വീഡിയോ എടുക്കുക എന്നിങ്ങനെ പറയാണ്. അപ്പം ഇവൻ കണ്ട കാർട്ടൂണാണ് റോമ ഡയനയിൽ. അവർ വന്നിട്ട് ഓൾറെഡി ഇതിൽ പോയി എന്നാണ് പറഞ്ഞിട്ടാണ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തത് ഇവിടെ കൊണ്ടുപോയി കാണിക്കാവുന്ന. അങ്ങനെ പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയതാണ്. പക്ഷേ ഭയങ്കരമായിട്ട് കുട്ടികൾ എൻജോയ് ചെയ്തു. ഈ ബീസിനെ ടച്ച് ചെയ്യുന്നതൊക്കെ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഹെലമോളും സെറ്റായി. ഓൾ സെറ്റ് ടു ഗോ ഇൻസൈഡ്. അങ്ങനെ ഞങ്ങളകത്ത് വെയിറ്റ് ചെയ്തു. ഹെലമോളും ഹെയ്ഡാപ്പിയും പുള്ളിക്കാരുടെ കൂട്ടത്തിൽ പോയി വന്നു. ഇനിയിപ്പോൾ പോയ കുറച്ച് വീഡിയോസ് ഇതൊക്കെയാണ് ഹെയ്ഡാപ്പി എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇത് ഗൈഡ് തന്നെ ഞങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് കൊണ്ട് തന്നതാണ്. Eat around here. Okay? Just wait a moment. Okay. Push. Okay. Press. Okay. Move it there. Okay. Move it here. Just go here. And put it there. Very good. Okay, look at here. Okay. Yeah, like that one.
Okay, give it thumbs up. Give it thumbs up. You are now certified beekeeper. നല്ലായിരുന്നോ? ഹെല്ല എങ്ങനെ ഉണ്ടായിരുന്നു? ഹെഡപ്പി എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, ഹൗ വാസ് ഇറ്റ്? നൈസ്. അങ്ങനെ ഹെലമോളും ഹേഡാപ്പിയും പോയി ഇതൊക്കെ കണ്ട് കേട്ട് തിരിച്ചു വന്നു. അവർ അതിനെ ടച്ച് ചെയ്തു, അതിനെ എടുത്തു, അതിനെ ജസ്റ്റ് പുകച്ചു. അങ്ങനെ ഹേഡാപ്പി സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, അമ്മ ഇറ്റ് വാസ് സോ നൈസ് അങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്. ഹെലമോൾ പക്ഷേ കുറച്ച് പേടിയുണ്ടായിരുന്നു, ഇപ്പോൾ മാറുന്നു. ഇതാ ഞാൻ നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇത് തരുന്നത്. ഇത് എന്തൊക്കെയാണ് വർക്കർ ബീസ് ഉണ്ട്, പിന്നെ എന്താ പറയുന്നത്, പല തരത്തിലുള്ള ബീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എത്ര കാലം ജീവിക്കും, എങ്ങനെയാണ് അവർ തേൻ ഉൽപ്പാദിപ്പിക്കുന്നത്, എവിടെയാണ് അവർ ഇത് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് കാണിക്കുന്ന മീൻസ് അവിടെ വെച്ചിരിക്കുന്ന ഒരു കട്ടിങ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ എടുത്തുന്നത്. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹണീസ് അവിടെ വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പല റേറ്റിൽ അവൈലബിൾ ആണ്. ചെറിയ ബോട്ടിൽസ് അവൈലബിൾ ആണ്, ബിഗ് ബോട്ടിൽസ് അവൈലബിൾ ആണ്. സോ നമുക്ക് എന്ത് വേണ്ടതല്ലേ, 100% നാച്ചുറൽ ഹണിയാണ്. അവിടെ തന്നെയുള്ള ഹണിയിൽ നിന്ന് എടുക്കുന്ന ഹണിയാണ്. ഇതുണ്ടോ, ഇത് മെയ്ഡ് ഇൻ UAE ആണ് കേട്ടോ, ഇവിടെ തന്നെ എടുത്തിരിക്കുന്നതാണ്. സോ നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹണിയാണിത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ പോയി വാങ്ങിക്കാവുന്നതാണ്. ദ ഹത്ത ഹണി എന്ന് എഴുതി വെച്ചിട്ട് പല തരത്തിലുള്ള ഹണീസ് ഉണ്ട്. ഞങ്ങൾ ആദ്യം പോയപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. പിന്നെ അവിടെ ഡാർക്ക് ചോക്ലേറ്റ്സും കാര്യങ്ങളും പിന്നെ ക്യാൻഡിൽസും ഒക്കെ ഉണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പുറം. അതായത് ഞങ്ങൾ അങ്ങനെയെല്ലാം പിള്ളേരതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇച്ചു ഹേബൽകൂട്ടിനെയും കൊണ്ട് ഇറങ്ങി പോകുന്നതാണ് കാണുന്നത്. ഹെലമോളും ഹേഡപ്പി ഓടി ചെന്ന് അവിടെ ചെന്ന് മിറ്റിലൊക്കെ വാരാൻ തുടങ്ങിയായിരുന്നു. വേണ്ടേ അങ്ങനെ ഇച്ചു എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നതാണ് കാണുന്നത്. ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. കുഞ്ഞുങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ കാറിലേക്ക് കയറുന്നതാണ് കാണുന്നത്. ഹേബൽകൂട്ടിനെ ബേബി സീറ്റ് വെച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ വഴി നമ്മൾ പിന്നെ ഒരു പാർക്കിലേക്ക് എത്തി കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ അടുത്തൊരു പാർക്കിലേക്ക് എത്തി. ആ പാർക്കിൽ കൂടെ ഹേഡാപ്പി ഹെലമോളും ഇതാണ്ട് എന്താ പറയുന്നത്, അവരുടെ ഒരു വണ്ടിയും കൊണ്ടാണ് പോയത് രണ്ടുപേരും. ആ ഒരു വണ്ടിയിൽ ഓടിച്ചാടി പോകുന്നതാണ് കാണുന്നത്. ഇത് ഹത്തയിൽ തന്നെയാണ്. നമ്മൾ അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് കയറാൻ പറ്റുന്ന ഒരു പാർക്കാണ്. അവിടെ എത്തി അവർ പാർക്കിലേക്ക് സൈക്കിൾ ഓടിച്ച് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ കാണുന്നത്. അടിപൊളിയാണ്. ഇതൊരു എന്താ പറയുന്നത്, ഒരു കാർപ്പറ്റ് വിരിച്ച പോലെയായിരുന്നു. ഹേഡാപ്പി ഇതാണ്ട് വിട്ടു പോകുന്നുണ്ട് ആ സൈക്കിളിൽ. ഹെലമോളി ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന്. നമുക്ക് അത് ഓടിച്ച് പോകാൻ ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് മണ്ണായിരുന്നു. മണ്ണിനകത്തായിരുന്നുകൊണ്ട് തന്നെ അവർ അധികം അങ്ങോട്ട് കളിക്കാൻ കൂട്ടാക്കിയില്ല. നമുക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഈ മണ്ണിനകത്താകുമ്പോഴത്തേക്ക് ഇവർ വീണ് കഴിഞ്ഞാൽ ഡ്രസ്സിലൊക്കെ ചെളിയാകും. ഞങ്ങൾ അതുകൊണ്ട് തന്നെ അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്തില്ല. വളരെ കുറച്ച് ടൈം മാത്രം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അവിടെ കുറേ പേരുണ്ടായിരുന്നു. ഇവിടെ ബാർബിക്യൂ അലൗഡാണ്. ഈ ഒരു ഏരിയയിൽ ബാർബിക്യൂ ഒക്കെ അലൗഡാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും കുറേ ആൾക്കാർ ബാർബിക്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇച്ചു ഹേബലിനെയും കൊണ്ടൊരു സ്ഥലത്ത് പോയിരുന്നു. വലിയ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കവിടെ ഇരിക്കാനും ചെറിയൊരു കാറ്റൊക്കെ വരുന്നതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്യാനും പറ്റും. ഇതായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ഫുള്ള് എന്താണെന്നാണ് ഞാൻ കാണിക്കുന്ന ഒരു വൈബ് ഞാൻ കാണിക്കുന്നത്. ഇതാ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് അവർ അതിലേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പോയത്. അങ്ങനെ കുറേ മണ്ണൊക്കെ വാരി കളിച്ചു. ചെരുപ്പിൽ മണ്ണ് പറ്റിയെന്ന് പറഞ്ഞിട്ട് ചെരുപ്പൊക്കെ ഊരി മാറ്റി വെച്ചു. അത് അവിടെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. അതിലേക്ക് അവർ എൻജോയ് ചെയ്യുന്ന കാണുന്നത്. കളിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ വേറൊരു അടിപൊളി ഒരു പാർക്കിലെത്തി കേട്ടോ. നല്ല സൂപ്പർ ഒരു പാർക്കായിരുന്നു ഇത്. അവിടെ കുറേ ചെടികൾ. അപ്പോൾ എന്ത് രസമായിരുന്നു അറിയാം. പൂക്കൾ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്ന ഇതുപോലത്തെ പൂക്കളായിരുന്നു. സൂപ്പർ വൈബായിരുന്നു. സൂപ്പർ വൈബ് എന്ന് പറഞ്ഞാൽ സൂപ്പർ വൈബായിരുന്നു. അപ്പം ഞാൻ ഹെലമോളോട് ഹേഡാപ്പിയോടും പറഞ്ഞു എനിക്ക് കുറച്ച് ഫോട്ടോസ് ഇവരുമായിട്ട് ക്ലിക്ക് ചെയ്യേണ്ടിയിട്ട് അവരോട് അവിടെ പൂവിലൊന്ന് ടച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഹേഡാപ്പി ഓർത്തു ഹെലമോൾ പൂ പറിക്കാൻ പോകുമെന്ന് വിചാരിച്ചിട്ട് അവളെ മാറ്റുന്നതാണ് കാണുന്നത്. അങ്ങനെ രണ്ടുപേരെയും കൂടി ഞാൻ അവിടെ ഇരുത്തി കുറേ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തു. പക്ഷേ ഹേഡാപ്പിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല ഞാൻ പറഞ്ഞൊന്നും. അവന് ഫോട്ടോ എടുക്കാനൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അവന് ഗെയിം ഏരിയയിലേക്ക് ഓടാനായിട്ടായിരുന്നു ഇൻട്രസ്റ്റ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഹെലമോൾ എന്നോട് ഒരുപാട് ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നതാണ് കാണുന്നത്. പൂ പറിക്കരുത് എന്ന് ഞാൻ അവളോട് പറഞ്ഞു. പക്ഷേ ദൈവാനുഗ്രഹത്തിൽ അവൾ പൂവൊന്നും പറിച്ചില്ല കേട്ടോ. നല്ല ഗുഡ് ഗേളായിരുന്നു. സാധാരണ അവൾക്ക് ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇവരെയും കൊണ്ട് നമ്മൾ അകത്തേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പോൾ ഹേവലോട്ടിന് ഉറങ്ങിപ്പോയതുകൊണ്ട് തന്നെ ഇച്ചു വണ്ടിക്കകത്തിരുന്നേ ഉള്ളൂ. ഞാനാണ് ഹേഡാപ്പിയും ഹെലമോളെയും കൊണ്ട് പാർക്കിനകത്തേക്ക് പോയത്.
ഞങ്ങളിത് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് കോഷൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും, എന്തൊക്കെ അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹെഡാപ്പിയും ഹെലമോളും അവിടുത്തെ റൈഡിൽ കയറുന്നതാണ് കാണുന്നത്. ഇത് ഓൾമോസ്റ്റ് ഒരു റബ്ബറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു, ഫ്ലോറാണിത് കേട്ടോ. അപ്പം ഒന്ന് താഴേക്ക് ഇരുന്ന് കഴിഞ്ഞാലും നമുക്കൊന്നും പറ്റില്ല, കാരണം റബ്ബറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ. എന്നിട്ട് ഹെലമോൾ ഇതിലേക്ക് കയറാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒക്കെ കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി ഇത് കുറച്ച് ബിഗ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു റൈഡാണ് ഈ കണ്ടതൊക്കെ. പിന്നെ ഞാനിവർക്ക് സ്മോൾ കിഡ്സിനുള്ള ഒരു റൈഡിൻ്റെ ഏരിയ ഉണ്ടായിരുന്നു, അവിടേക്ക് കൊണ്ടുവന്ന് വിചാരിച്ചു. ഹെയ്ഡൻ ഇതിലേക്കൊക്കെ ഈസി ആയിട്ട് കയറിപ്പോയി. ഞാൻ പിന്നെ കുറച്ച് നേരം ഹെയ്ഡൻ അതിൽ കളിക്കേണ്ടിയിട്ട് ഞാൻ ഹെലമോൾ ഇതിലേക്ക് എടുത്ത് വെച്ചു. പക്ഷേ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. അവൾ അപ്പം തന്നെ അതിൽ നിന്ന് ചാടി ഇറങ്ങി പോകാൻ ശ്രമിക്കുകയായിരുന്നു കണ്ടേ. പെട്ടെന്ന് തന്നെ ഇറങ്ങി പോവുകയും ചെയ്തു കേട്ടോ. ഒരു 5 മിനിറ്റ് പോലും അതിലിരുന്ന് എൻജോയ് ചെയ്തില്ല. അങ്ങനെ അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെയും നമ്മൾ പഴയ ആദ്യം കണ്ട പാർക്കിൽ കണ്ട ആൾക്കാരൊക്കെ അവിടെയും വന്നിരുന്നു. രണ്ട് ചെറിയ ഒരെണ്ണം ഹെലമോക്ക് ഇപ്പോൾ ഉള്ള കുഞ്ഞു കുട്ടികൾക്കായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് എത്തി. അങ്ങനെ ഇതേണ്ട ഹെലമോളിനകത്ത് നടന്നു വരുന്ന കാണുന്നത്. ഇവിടെ ഇങ്ങനെ പലതരത്തിലുള്ള പസിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളിങ്ങനെ ചെല്ലുന്ന സമയത്ത് പാർക്കുകളിൽ. അത് കുട്ടികൾക്ക് ഒത്തിരി നല്ലതാണ്. അവരുടെ മെമ്മറിയൊക്കെ കുറച്ച് വർക്ക് ചെയ്യും, എങ്ങനെ പോകണം, എങ്ങനെ കാര്യങ്ങൾ ടാക്കിൾ ചെയ്യണം എന്നുള്ളതൊക്കെ അവർക്ക് ഒന്ന് ചിന്തിക്കാൻ പറ്റും. പക്ഷേ ഹെയ്ഡൻ ഈ ഒരു എന്താ പറയുക, റൈഡ് ഒട്ടും ആപ്റ്റായിരുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. ഹെയ്ഡനെ പോലുള്ള കുട്ടികളും അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യുന്നില്ല, അവരെ കഴിഞ്ഞുള്ള വലിയ പിള്ളേരും എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹെയ്ഡൻ്റെ ഇങ്ങനെയുള്ള ഒരു എൻജോയ്മെൻറ്റിൽ ഹെലമോൾ വീഴാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ അതേ അങ്ങ് ഇറക്കി. അതിനുശേഷം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഊഞ്ഞാലിലിരുത്തി ഇവരെ ഊഞ്ഞാലാട്ടാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഹെലമോക്ക് ഊഞ്ഞാൽ കയറണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ഹാപ്പിനെസ്സാണ് കാണുന്നത്. അങ്ങനെ ഞാൻ 2 പേരിലും ഊഞ്ഞാലിലിരുത്തി ഊഞ്ഞാലാട്ടുന്നതാണ് കാണുന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഇവർക്കൊക്കെ ഊഞ്ഞാൽ കയറാമെങ്കിൽ പിന്നെ ഞാനും ഒന്ന് ഊഞ്ഞാൽ ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ഹെയ്ഡാപ്പിയോട് ചോദിച്ചു, ഹെയ്ഡാപ്പി എനിക്കൊന്ന് ഊഞ്ഞാലിൽ കയറാനായിട്ട് എന്നെ ഒന്ന് വീഡിയോ എടുത്തിട്ടെന്ന് വെച്ചപ്പോൾ അവൻ എടുത്തു തന്നെ കേട്ടോ. അത് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാമേ. ഇതാണ് കേട്ടോ ആ ഒരു ഫുള്ളൊരു വ്യൂ. അങ്ങനെ ഞാൻ വന്ന് ഊഞ്ഞാലാടാനായിട്ടിരുന്നാണ് കണ്ടത്. പക്ഷേ അടിപൊളിയായിട്ട് ഊഞ്ഞാലാടാൻ പറ്റി കേട്ടോ. നല്ലൊരു സ്ഥലമാണ്, അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഫാമിലിയായിട്ട് പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ പിടിക്കുന്ന സമയത്ത് ഹെയ്ഡാപ്പിയാണ് പിടിച്ചത്. അപ്പോൾ ഒരു വിരലിൻ്റെ ഇത് ഇതിനകത്ത് കാണുന്നുണ്ട്. അതിന് ശേഷം എനിക്ക് നല്ലതുപോലെ എടുത്തു തന്നെ കേട്ടോ വീഡിയോ. അപ്പോൾ സന്ധ്യയായി തുടങ്ങിയിരുന്നു. ഞാൻ എന്തായാലും വിചാരിച്ചു ഒരു 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു നമുക്ക് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക്. ഒരു 1.5 hour ഡ്രൈവ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ സന്ധ്യയാകാൻ തുടങ്ങി. സൺസെറ്റിന് മുന്നേ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം അങ്ങനെ കുറേ നേരം ഊഞ്ഞാലൊക്കെ ആടി എൻജോയ് ചെയ്തു. പുറത്തേക്ക് ഇറങ്ങി പോന്നു. ഞങ്ങളങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇപ്പം ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ. ഇത് ദുബായ് പബ്ലിക് പാർക്കിലാണ് ഞങ്ങൾ കയറിയത്. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എടുത്തിരുവാണ്. ഞങ്ങൾ കുറേ നേരം എൻജോയ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു വിത്ത് അനദർ ഗുഡ് വീഡിയോ. ബൈ, ടേക്ക് കെയർ. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.